സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ ലൈഫിൽ സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കണം. ഇന്നലെ ഗ്രൂപ്പിൽ സജീവമായില്ല. അതെങ്ങനെ പറയാം? ഐ കുഡ് നോട്ട് ബി ആക്റ്റീവ് ഇൻ ദ ഗ്രൂപ്പ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ സജീവമായില്ല. ഐ കുഡ് നോട്ട് ബി ആക്റ്റീവ് ഇൻ ദ ഗ്രൂപ്പ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ സജീവമായില്ല എന്നെങ്ങനെ പറയാം? എനിക്ക് ഗ്രൂപ്പിൽ സജീവമാകാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ബി ആക്റ്റീവ് ഇൻ ദ ഗ്രൂപ്പ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് ഗ്രൂപ്പിൽ സജീവമാവാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞില്ല. ബി ആക്റ്റീവ് സജീവമാവാൻ ഇൻ ദ ഗ്രൂപ്പ് യെസ്റ്റർഡേ. ഇന്നലെ ഗ്രൂപ്പിൽ സജീവമാവാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ബി ആക്റ്റീവ് ഇൻ ദ ഗ്രൂപ്പ് യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ഗ്രൂപ്പിൽ സജീവമാവാൻ കഴിഞ്ഞില്ല. എന്നെപ്പറ്റി അന്വേഷിച്ചു എന്നെങ്ങനെ പറയാ? എവരിബഡി ഇൻക്വയർഡ് അബൌട്ട് മീ. എല്ലാവരും എന്നെപ്പറ്റി അന്വേഷിച്ചു. എവരിബഡി ഇൻക്വയർഡ് അബൌട്ട് മീ. എല്ലാവരും എന്നെപ്പറ്റി അന്വേഷിച്ചു. എവരിബഡി പറഞ്ഞാൽ എല്ലാവരും, ഇൻക്വയർഡ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു, അബൌട്ട് മീ എന്നെപ്പറ്റി. സമയത്ത് ഞാൻ തിരക്കിലായിരുന്നു എന്നെങ്ങനെ പറയാം? അറ്റ് ദാറ്റ് ടൈം പറഞ്ഞാൽ ആ സമയത്ത്. ഐ വാസ് എ ലിറ്റിൽ ബിസി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് എ ലിറ്റിൽ ബിസി. ഞാൻ അല്പം കുറച്ച് തിരക്കിലായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. എന്തോന്ന് ഇങ്ങനെ ചോദിക്കുക? ആർ യു ലിസ്ണിങ്? കേൾക്കുന്നുണ്ടോ? ആർ യു ലിസ്ണിങ്? കേൾക്കുന്നുണ്ടോ? ലിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ള അർത്ഥമാണ് വരിക കേട്ടോ. ഈ മെസ്സേജ് ഞാൻ കേട്ടില്ല എന്നെങ്ങനെ പറയാ? ഐ ഡിഡ് നോട്ട് ഹിയർ എനി വൺസ് മെസ്സേജ്. ഞാൻ ആരുടെയും മെസ്സേജ് കേട്ടില്ല. ഐ ഡിഡ് നോട്ട് ഹിയർ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. ആരുടെയും എന്ന് പറഞ്ഞാൽ എനി വൺ. ഐ ഡിഡ് നോട്ട് ഹിയർ എനി വൺസ് മെസ്സേജ്. ഞാൻ ആരുടെയും മെസ്സേജ് കേട്ടില്ല. ഐ ഡിഡ് നോട്ട് ഹിയർ എനി വൺസ് മെസ്സേജ്. ഞാൻ ആരുടെയും മെസ്സേജ് കേട്ടില്ല. കേട് പറഞ്ഞാൽ കേൾക്കുക. ഷോപ്പിൽ നിന്നിറങ്ങാൻ കുറച്ച് ലേറ്റായി എന്നെങ്ങനെ പറയാം? ഇറ്റ്സ് ലേറ്റ് ടു ലീവ് ദ ഷോപ്പ്. ഞാൻ ഷോപ്പിൽ നിന്നിറങ്ങാൻ കുറച്ച് ലേറ്റായി. ഇറ്റ്സ് ലേറ്റ് ടു ലീവ് ദ ഷോപ്പ്. ഞാൻ ഷോപ്പിൽ നിന്നിറങ്ങാൻ കുറച്ച് ലേറ്റായി. വീണ്ടും പോയി എന്നെങ്ങനെ പറയാം? ഐ വെൻറ്റ് അഗെയിൻ ടു ഗെറ്റ് ഇറ്റ്. അതെടുക്കാൻ ഞാൻ വീണ്ടും പോയി. ഐ വെൻറ്റ് അഗെയിൻ ടു ഗെറ്റ് ഇറ്റ്. അതെടുക്കാൻ ഞാൻ വീണ്ടും പോയി. ഇവിടെ പോയി എന്നെങ്ങനെ പറയാം? വേർ ഡിഡ് എവരി വൺ ഗോ. എല്ലാവരും എവിടെ പോയി? വേർ ഡിഡ് എവരി വൺ ഗോ. എല്ലാവരും എവിടെ പോയി? വേർ ഡിഡ് എവരി വൺ ഗോ. എല്ലാവരും എവിടെ പോയി? കഴിവുണ്ട് എന്നിങ്ങനെ പറയാം? ദർ ഈസ് എബിലിറ്റി ടു സിങ്. പാടാനുള്ള കഴിവുണ്ട്. ദർ ഈസ് എബിലിറ്റി ടു സിങ്. പാടാനുള്ള കഴിവുണ്ട്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ്. ദർ ഈസ് എബിലിറ്റി ടു സിങ്. പാടാനുള്ള കഴിവുണ്ട്. ഇവിടെ പോയി എന്നെങ്ങനെ പറയാം? വേർ ഡിഡ് ദ അതേഴ്സ് ഗോ. ബാക്കിയുള്ളവർ എവിടെ പോയി? വേർ ഡിഡ് ദ അതേഴ്സ് ഗോ. ബാക്കിയുള്ളവർ എവിടെ പോയി? അതേഴ്സ് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വേർ പറഞ്ഞാൽ എവിടെ എന്നുള്ള അർത്ഥമാണ്. പെട്ടിട്ടുണ്ടായിരിക്കുന്ന എങ്ങനെ പറയാ? ഹി വുഡ് ഹാവ് ബീൻ ഇൻ എ ഹറി. അവൻ തിരക്കിൽ പെട്ടിട്ടുണ്ടായിരിക്കും. ഹി വുഡ് ഹാവ് ബീൻ ഇൻ എ ഹറി. അവൻ തിരക്കിൽ പെട്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെ ചോദിക്കുക? ഡിഡ് എവരി വൺ ഗോ. എല്ലാവരും പോയോ? ഡിഡ് എവരി വൺ ഗോ. എല്ലാവരും പോയോ? തിരൂരിൽ 5 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. എ 5-year-old ബോയ് collapsed and died in തിരൂർ. തിരൂരിൽ 5 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു.
എ 5-year-old ബോയ് കൊളാപ്സ്ഡ് ആൻഡ് ഡൈഡ് ഇൻ തിരൂരിൽ 5 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. കൊളാപ്സ്ഡ് വന്നാൽ കുഴഞ്ഞു വീഴുക കേട്ടോ. എന്നാൽ അത്രയേ ഉള്ളൂ എന്നെങ്ങനെ പറയാ? ദാറ്റ്സ് ആൾ. അത്രയേയുള്ളൂ. ഷോപ്പിൽ മൊബൈൽ ഫോൺ വെച്ച് മറന്നു എന്നെങ്ങനെ പറയാ? ഐ ഫോർഗോട്ട് മൈ മൊബൈൽ ഇൻ ദ ഷോപ്പ്. ഞാൻ ഷോപ്പിൽ മൊബൈൽ ഫോൺ വെച്ച് മറന്നു. ഐ ഫോർഗോട്ട് പറഞ്ഞാൽ മറന്നു. മൊബൈൽ ഫോൺ ഇൻ ദ ഷോപ്പ്. ഞാൻ ഷോപ്പിൽ മൊബൈൽ ഫോൺ വെച്ച് മറന്നു. ഐ ഫോർഗോട്ട് മൈ മൊബൈൽ ഇൻ ദ ഷോപ്പ്. ഞാൻ ഷോപ്പിൽ മൊബൈൽ ഫോൺ വെച്ച് മറന്നു. ഞാൻ വീണ്ടും പോയി എന്നെങ്ങനെ പറയാ? ഐ വെൻറ്റ് അഗെയിൻ ആൻഡ് ഗെറ്റ് ഇറ്റ്. അതെടുക്കാൻ ഞാൻ വീണ്ടും പോയി. ഐ വെൻറ്റ് അഗെയിൻ ആൻഡ് ഗെറ്റ് ഇറ്റ്. ഞാൻ അതെടുക്കാൻ വീണ്ടും പോയി. പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.